യേശുവിന്റെ നാമം എല്ലാ നാമത്തെക്കാളും മേലായ നാമം. Come on, say that with me. The name of Jesus is above every other name. എന്റെ രോഗത്തെക്കാൾ, It's above the name എന്റെ of my sickness, പ്രശ്നത്തെക്കാൾ, above my എന്റെ problems, ചലഞ്ചുകളെക്കാൾ, above my ആ challenges. നാമം വലിയ നാമമാണ്. That name is a big mighty name. ആ നാമത്തെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. ആ നാമത്തെ ഇന്ന് പകൽ ഞാൻ ഉറപ്പിക്കുന്നു, ഉയർത്തുന്നു. If I believe in that name and I exalt and establish that name. 3 പ്രാവശ്യം യേശു എന്ന് വിളിച്ചാട്ടെ. Come on, call out, say 3 times Jesus. യേശു ജീവിച്ചിരിക്കുമ്പോഴേ പറഞ്ഞു, 3-ാം ദിവസം ഞാൻ എന്തോ ചെയ്യും, ഉയർത്തും. But Jesus said on the 3rd day I will rise again. അവരതൊന്നും ഓർത്തില്ല. So they forgot all that. അവരാ ശവശരീരത്തിൽ പൂശാൻ സുഗന്ധദ്രവ്യങ്ങളുമായി So പോകുകയാണ്. they are going with the anointing oil to anoint the body of Jesus. അവർ ചോദിച്ചു, ആര് നമുക്ക് വേണ്ടി ആ കല്ലൊന്ന് മാറ്റി തരും? They are thinking, who is going to remove the stone from the mouth of the grave? അവർക്ക് മാറ്റാൻ പറ്റില്ല. Because it's a big stone, they cannot move. അത് വലിയ കല്ലാണ്. It is a huge stone. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. It was good if they had help. ശിഷ്യന്മാരെല്ലാം തടിമിടുക്കുള്ളവരാ, പക്ഷെ അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. But the disciples who were men were afraid, though they were capable of moving the stone. അവരെ കൊല്ലുമോ എന്ന് അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. They were afraid that would the Jews kill them too. പക്ഷേ സഹോദരിമാർ പറഞ്ഞു, നമുക്ക് പേടിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് പോയി ഇതിനെ സുഗന്ധദ്രവ്യം പൂശണം. Well, we should anoint Jesus' body with this aromatic oil, so we should go to the tomb. അവർ ചെന്നപ്പോ, So when the women reached the tomb, മത്തായിയിൽ എഴുതി വെച്ചിരിക്കുക, കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ പുറത്തൊരു ദൂതൻ ഇരിക്കുന്നു. Matthew says when they reached there, they saw the stone rolled away, an angel sitting on the stone. ആ കല്ലിന്റെ പുറത്തൊരു ദൂതൻ കയറിയിരിക്കുന്നു. And an angel was seated on the stone. നീ ഇങ്ങോട്ട് വന്നപ്പം ചോദിച്ചോണ്ടല്ലേ വന്നത്, ഈ പ്രശ്നം ആര് മാറ്റും, ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും, ആരെന്നെ സഹായിക്കും, നിനക്കാരും ഇല്ലെന്നല്ലയോ നീ വിചാരിച്ച് നിന്നെ സഹായിക്കേണ്ട ശിഷ്യന്മാർ പേടിച്ചിരിക്കുവല്ലയോ, അവരും കാണത്തില്ലെന്ന് വിചാരിച്ചില്ലയോ? വേണ്ട, നിനക്ക് സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുക. Oh, if you have come this morning wondering who will solve your problem, I want to tell you the stone rolled away, the angel rolled away the stone and he was seated on it. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് പറയുകയാണ്. So the Holy Spirit is speaking this morning to some people. ആരും സഹായിക്കാനില്ല, ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല, ഈ വിഷയത്തിൽ ആരും എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന് നീ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ശനിയാഴ്ച തീരുന്നതിനകത്ത് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നത് നീ കാണാൻ പോകുകയാണ്. If you are helpless before this Saturday, you will see an angel come and resolve your crisis. I receive it in Jesus' name.